iOS 26, iPadOS 26, WatchOS 26 എന്നിങ്ങനെ ആപ്പിളിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറിനും ഇപ്പോൾ 26 എന്ന് പറഞ്ഞ ടാഗ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. അത് ഒഫീഷ്യലി ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്. സോ WWDC 2025 അവസാനിച്ചോടെ തന്നെ കുറേയധികം പുതിയ അപ്ഡേറ്റ്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ iOS 26ൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറയാം. ചാടിക്കേറി iOS 26ൻ്റെ ഡെവലപ്പർ ബേറ്റയും പബ്ലിക് ബേറ്റയും നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് ഒരേ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു ഫോണിൽ ഡിസ്പ്ലേ ഇഷ്യൂസോ ബാറ്ററി ഇഷ്യൂസോ എന്തെങ്കിലും വന്നാൽ അത് നിങ്ങൾ തന്നെ താങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ സ്നേഹമുള്ളതാണ് ഞാൻ പറഞ്ഞത്, പ്രൈമറി ഫോണിൽ ഈ ഒരു ബേറ്റ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം നോക്കിയാൽ മതി. സോ ദിസ് ഇസ് യുവർ ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ റീഡിസൈൻഡ് ലുക്ക് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ലിക്വിഡ് ഗ്ലാസ്. ഇന്നേ വരെ നമ്മൾ കണ്ടു മറന്ന ഒരു iOS അല്ല ഇനി iOS 26ന് ശേഷം നമുക്ക് കാണാൻ പോകുന്നത്. എല്ലാം ഒരു ഫ്ലൂയിഡായിട്ട്, എല്ലാം ഒരു സീംലെസ് ആയിട്ട് നല്ല രീതിക്കുള്ള ഒരു ലിക്വിഡ് ഗ്ലാസ് ആനിമേഷനും അതോടൊപ്പം നല്ല രീതിക്കുള്ള സീംലെസ് ഇൻ്റഗ്രേഷനുമാണ് iOS ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ നമ്മുടെ ന്യൂസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയറിഷ് റൗണ്ട് ഷേപ്പ് ചിലപ്പോൾ വരില്ല. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന സെയിം ഷേപ്പിൽ പുതിയ ഐക്കൺസ് ആയിരിക്കും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ ഒരു റൗണ്ടോ സ്ക്വയറിഷ് റൗണ്ട് ഷേപ്പോ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ഷേപ്പ് ട്രാൻസിഷൻ അല്ല ആപ്പിളോട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് പകരം കുറേയധികം പുതിയ ഐക്കൺസും ആ ഒരു ഐക്കണിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലിക്വിഡ് ഗ്ലാസ് ഡിസൈനുമാണ്. സോ ആ ഒരു ഡിസൈൻ അക്രോസ് എല്ലാ ആപ്പിൾ പ്ലാറ്റ്ഫോമിലും സോഫ്റ്റ്വെയർസിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഫീച്ചറാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വട്ടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഫോൾ പ്രോമിസും ആപ്പിൾ യൂസേഴ്സിന് നൽകുന്നില്ല. ഞങ്ങളുടെ സിറി ഇങ്ങനെയായിരിക്കും, ഞങ്ങൾ സിറിനെ ഇങ്ങനെ കൊണ്ടുവരും, അങ്ങനെ കൊണ്ടുവരും, അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ഇങ്ങനെ കാണിക്കും, അങ്ങനെ യാതൊന്നും ആപ്പിളോട് ഫോൾ പ്രോമിസ് ആയിട്ട് തരുന്നില്ല. എന്താണ് യൂസേഴ്സിന് വേണ്ടത്, എന്താണ് ആപ്പിളിന് തരാൻ പറ്റിയത് എന്നിങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വട്ടം ഡബിൾ ആപ്പിൾ പറഞ്ഞത്. ഈ ഒരു വിഷ്വൽ ഇൻ്റലിജൻസിൽ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് തരാൻ പറ്റും. അത് ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. അതോടൊപ്പം ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട് ഇമോജി തമ്മിൽ മിക്സ് ചെയ്യാം. ഈ പറയുന്ന ഇമേജ് പ്ലേഗ്രൗണ്ട് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാം. ആപ്പിൾ ഇൻ്റലിജൻസിൽ ChatGPT ഇൻ്റഗ്രേഷൻ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. Xcode ChatGPT ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിങ്ങനെ ആപ്പിൾ ചെയ്യുന്നതും അതോടൊപ്പം കറക്റ്റായിട്ട് പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു വട്ടം iOSലേക്കും അതോടൊപ്പം എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ആപ്പിൾ ഇൻ്റഗ്രേഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതോടൊപ്പം വിഷ്വൽ ഇൻ്റലിജൻസിലും കുറച്ചധികം ഓപ്ഷൻസ് ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ ഇൻ്റലിജൻസ് ഞാൻ നേരത്തെ എൻ്റെ ലൈവ് സെക്ഷനിൽ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വിഷ്വൽ ഇൻ്റലിജൻസ് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇനി മുതൽ സ്ക്രീൻഷോട്ടായിട്ട് പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും. അതോടൊപ്പം എന്തെങ്കിലും ഇവൻറ്റുകളുടെ പോസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കലണ്ടറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസും വിഷ്വൽ ഇൻ്റലിജൻസിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്ന ഒരു ഓപ്ഷനാണ് ഫോണിൽ വന്നിരിക്കുന്ന കുറച്ചധികം മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം കോൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ ഹോൾഡ് അസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ വിളിച്ചു, ഇപ്പോൾ കോൾ സെൻറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ, എവിടെയെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒന്ന് സർ വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ ആ ഒരാളെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരാളെ കണക്ട് ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ കുറച്ചധികം ഡിലേ 1-2 മിനിറ്റ് വരെ നമുക്ക് കോള് ഇങ്ങനെ വെറുതെ ഫോൺ ചവിട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. ആ ഒരു അവസ്ഥ ഇനി ആപ്പിൾ നമുക്ക് തരില്ല. കാരണം ഈ പറഞ്ഞ ഹോൾഡ് അസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ആപ്പിൾ ഈ പറയുന്ന കോള് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഹോൾഡ് വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ആക്കാം. അതിനുശേഷം നമ്മളുടെ ഈ പറഞ്ഞ ഐഫോൺ യൂഷ്വലി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. ആ ഒരു വ്യക്തി വേറൊരു രണ്ടാമത്തെ വ്യക്തിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പറഞ്ഞ ഫോൺ കോള് ഹോൾഡ് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. അതിനുശേഷം ഈ പറഞ്ഞ ഹോൾഡ് മാറ്റി നമുക്ക് സംസാരം തുടരാം. സോ ആ ഒരു ഹോൾഡ് അസിസ്റ്റൻറ്റ് എന്ന ഓപ്ഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ കോൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. നമുക്ക്
ഒരു ദിവസം തന്നെ കുറേയധികം ഫ്രോഡും സ്പാമുമായിട്ടുള്ള കോളുകൾ വരാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേയധികം മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ഗാംബ്ലിങ് അങ്ങനെ ഇങ്ങനെ കുറേയധികം വേണ്ടാത്ത മെസ്സേജുകളും കോളുകളും വരും. ഈ പറയുന്ന കോളുകളും കാര്യങ്ങളും നമ്മുടെ ഫോണിലേക്ക് ഒരു പോപ്പായിട്ട് പോലും വരില്ല. അതിന് പകരം ആപ്പിൾ തന്നെ ഈ പറയുന്ന കോള് സ്ക്രീനിങ് ചെയ്യും, അതായത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു, ഫെഡെക്സിൽ നിന്നോ ആമസോണിൽ നിന്നോ എന്തെങ്കിലും ഓർഡർ ചെയ്തു. ആ ഒരു വ്യക്തി നമ്മളെ വിളിക്കുമ്പോൾ ആ വ്യക്തി ജെന്യുവൻ ആണ്, എന്താണ് കാരണം, പേരെന്താണ്, എന്തിനാണ് വിളിക്കുന്നത് എന്നീ പറഞ്ഞ പർപ്പസുകൾ സോർട്ട് ഔട്ട് ചെയ്യുകയും ആ ഒരു വ്യക്തി ജെന്യുവൻ ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ ഒരു കോള് നമ്മുടെ ഐഫോണിലേക്ക് വരികയുള്ളൂ. സോ കോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. മോർ ഓവർ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഇന്ത്യയിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊന്നും വലുതായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവില്ലെങ്കിലും പുറത്തുള്ള കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ഓരോ ഫോൺ ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു ഫീച്ചറാണ് സിസ്റ്റം വൈഡ് ആൻഡ് ആപ്പ് ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ആപ്പ് ഇൻ്റഗ്രേഷൻസിൽ ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ മാപ്സ്, ക്യാമറ, ഫോട്ടോ ആപ്പ്, ഫോൺ ആപ്പ്, മെസ്സേജിങ് ആപ്പ് എന്നിങ്ങനെ എല്ലാ ആപ്പിളിന് തന്നെ സ്വന്തമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നല്ല രീതിക്ക് തന്നെ ആപ്പിൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് വിത്ത് ഈ പറയുന്ന ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൽ. സഫാരിയിലും ഈ പറയുന്ന ടാബുകളും അതോടൊപ്പം പല പല ഓപ്ഷൻസുകളും ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസിൻ്റെ ഓപ്ഷൻസും ആ ഒരു ടച്ചിൻ്റെ റെസ്പോൺസ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ ഒരു പുതിയ യൂസർ ഇൻ്റർഫേസ്, ഫോൺ ആപ്പിൽ ഒരു പുതിയ യൂസർ ഇൻ്റർഫേസ്, അതോടൊപ്പം എക്രോസ് ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനിലും പുതിയ യൂസർ ഇൻ്റർഫേസും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ സിസ്റ്റം വരെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റും ആനിമേഷൻസും ഇൻ്റഗ്രേഷൻസും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്ത ഫീച്ചേഴ്സ് ഗെയിമേഴ്സിനുള്ളതാണ്. ഈ പറഞ്ഞ ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി മുതൽ ഗെയിമിംഗ് കൺട്രോളേഴ്സ്, അതായത് നമ്മുടെ PSO അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോയ്സ്റ്റിക്കോ ഈസി ആയിട്ട് പെയർ ചെയ്യാം. പെയർ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് പലവിധമായിട്ടുള്ള ആപ്ലിക്കേഷൻസും അതോടൊപ്പം കുറേ യൂസർ ഇൻ്റർഫേസിൻ്റെ ചേഞ്ചസും ഇനി മുതൽ iOS 26 ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റിൽ പറയാതെ പോയ പക്ഷേ ആപ്പിൾ കൊണ്ടുവരുന്ന കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എയർപോർട്സിൻ്റെ കൺട്രോളിങ്. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, എയർപോർട്സിൻ്റെ ഈ പറഞ്ഞ സ്റ്റെംസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം ഈ പറഞ്ഞ കിടന്നുറങ്ങുമ്പോൾ പാട്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് ഓട്ടോമാറ്റിക്കലി പാട്ട് സ്റ്റോപ്പ് ആവാനുള്ള ഓപ്ഷനും എയർപോർട്സിൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഇവൻറ്റിൽ പറയാത്തൊരു കാര്യമായിരുന്നു ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ബാറ്ററി ഇൻ്റലിജൻസ് എന്ന ഓപ്ഷനും ആപ്പിൾ iOS 26 കൊണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞ ഓപ്ഷൻ ഒരു ബാറ്ററി ഇൻ്റലിജൻസ് ഫീച്ചറാണോ അല്ലെങ്കിൽ iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും കൊണ്ടുവരുന്ന നമുക്ക് നോക്കി തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഈ പറഞ്ഞ iOS 26 എനിക്ക് വലുതായിട്ടൊരു ബൂമായിട്ടും അതോടൊപ്പം വലുതായിട്ട് ഇഷ്ടപ്പെടാത്തതുമായ കുറച്ചധികം ഫീച്ചേഴ്സ്, ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ചധികം പിക്സ് ആണ്. ഏറ്റവും ആദ്യം നമുക്ക് ഈ പറയുന്ന മെസ്സേജിങ് ആപ്പിലേക്ക് നോക്കാം. മെസ്സേജിങ് ആപ്പിൽ ഇനി മുതൽ നിങ്ങൾക്കൊരു കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം ഇനി മുതൽ നിങ്ങൾക്ക് പോൾസ് അഥവാ ഈ പറയുന്ന കുറച്ച് ഗ്രൂപ്പ് ചാറ്റുകൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോകണം, ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആൾക്കാർ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പോൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏത് റെസ്റ്റോറൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ഏത് റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾക്ക് കഴിക്കാൻ പോകേണ്ടതെന്ന് ഒരു പോള് അത് ക്രിയേറ്റ് ചെയ്യും. അതും ഒരു വലിയ ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം ആപ്പിൾ വാളറ്റിൻ്റെ ആപ്ലിക്കേഷനിലും കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഓരോ ഫീച്ചേഴ്സും നമുക്ക് യൂസ്ഫുൾ ആവാറില്ല. കാരണം ഇന്ത്യൻ യൂസേഴ്സിന് ആപ്പിൾ വാളറ്റിൻ്റെ പകുതി കാര്യങ്ങളും യൂസ്ഫുൾ ആവില്ല. ആൻഡ് iMessage എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്ന കൂട്ടുകാർ ഇന്ത്യയിൽ നല്ല രീതിക്ക് കുറവാണ്. ഇന്ത്യയിലില്ലെങ്കിലും ഈ പറയുന്ന കേരളത്തിൽ നല്ല കുറവാണ്. എസ്പെഷ്യലി ഗ്രൂപ്പ് മെസ്സേജിങ്ങും ബാക്കി കാര്യങ്ങൾക്കും iMessage എന്ന് പറഞ്ഞ കാര്യം ആൾക്കാർ യൂസ് ചെയ്യുന്നത് കേരളത്തിൽ പൊതുവെ കുറവാണ്. സോ ഈ പറഞ്ഞ രണ്ട് ഫീച്ചേഴ്സും നമുക്ക് വലുതായിട്ട് ഒരു ബൂമായിട്ട് ഫീൽ ചെയ്യില്ല. അതോടൊപ്പം ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ വേറെ ഫീച്ചറായിരുന്നു ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. iMessageലും ഫേസ് ടൈമിലും ഇനി വോയിസ് കോളിലും നമുക്ക് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യാം. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വ്യക്തി ഇപ്പോൾ സ്പാനിഷോ ജർമ്മനോ അല്ലെങ്കിൽ സെലക്ടഡ് ലാംഗ്വേജിലുള്ള വേറൊരു വ്യക്തിയായിട്ട് ജസ്റ്റ് നമ്മുടെ iMessageൽ ടെക്സ്റ്റ് ചെയ്യാമെന്ന് കരുതുക. ഈ പറയുന്ന മെസ്സേജ് നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ വെറുതെ മെസ്സേജ് അയച്ചാൽ മതി.
ആ ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ലാംഗ്വേജിൽ വായിക്കാൻ പറ്റും. ആ ഒരു വ്യക്തി ജർമ്മനിലാണ് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ആവും. ഈ സെയിം ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ഫേസ് ടൈമിലും അവൈലബിൾ ആണ്. സെയിം ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ഇനി മുതൽ വോയിസ് കോളിലും അവൈലബിൾ ആയിരിക്കും. ഇനി iOS 26 ഏതൊക്കെ ഡിവൈസിൽ ലഭിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അതിനൊരു പ്രൊഡിക്റ്റഡ് ലിസ്റ്റ് തന്നായിരുന്നു. ആ സെയിം ലിസ്റ്റ് തന്നെയാണ് ഇവിടെ ആപ്പിളും തന്നിരിക്കുന്നത്. ഇനി മുതൽ നമുക്ക് 10s 10s Max എന്നീ പറഞ്ഞ ഡിവൈസുകൾക്കൊന്നും നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കില്ല. അതിന് പകരം iPhone 11 ഓർ ലേറ്ററിൽ മാത്രമാണ് ഈ പറഞ്ഞ iOS 26 എന്ന അപ്ഡേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയാം, ഈ പറയുന്ന അപ്ഡേഷൻ ചാടിക്കേറി ഒന്നും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത്. ഡെവലപ്പർ ബീറ്റ ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ബീറ്റ വേണമെങ്കിൽ ജൂലൈ വരെയും കാത്തിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് iOS 26ന്റെ ഒഫീഷ്യൽ അപ്ഡേഷനാണ് വേണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം സെപ്റ്റംബർ വരെയും കാത്തിരിക്കുക. ആ ഒരു സെപ്റ്റംബർ മാസമായിരിക്കും ഐഫോണിൻ്റെ 17 സീരീസ് അല്ലെങ്കിൽ പുതിയ മോഡൽ ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെയായിരിക്കും ഈ പറഞ്ഞ iOS 26ഉം ആപ്പിൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ പുതിയ ആപ്പിളിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, എസ്പെഷ്യലി iOS 26ൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ഇതേപോലെ റെഗുലർ ആയിട്ടുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് ഇട്ടാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Evin Xavier signing from Evika.